മതിയില്ല മര്യാദക്ക് പിടിച്ച തക്കളി മോളെ. എന്ത് മര്യാദക്കല്ലേ പിടിച്ചേ? എൻ്റെ കർത്താവേ, ഇച്ചിരി വൈകിയാണെങ്കിൽ ഈ ക്ലീറ്റോയെ നീ തിരിച്ചറിഞ്ഞില്ല. എൻ്റെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പ്രാരബ്ധവും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ എന്നെ നയിച്ചേക്കണമേ. ഇതിൽ ഒപ്പിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമാണ്. ഇതിൻ്റെ പേക്കിൽ ഓ നോക്കി നീ കഥകളി കാണിക്കാതെ എനിക്ക് കാര്യം പറ. നിന്റെ കഥകളിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമുക്കേ അവനെ കനകനെ വിളിക്കാം. ഞാനേ ഇവിടെ പ്രസ്സിൽ ഒരു ക്ഷണക്കത്തടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അവനെ വിളിക്കാം. അവനെ മാത്രമല്ല, നാട്ടുകാരെ മുഴുവനും വിളിക്കാനായിട്ട് ഞാൻ കത്തടിക്കാൻ കൊടുത്തൊക്കെയാണ്. നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് തലയ്ക്ക് കുഴപ്പം. പൈസ കിട്ടിയില്ല, അപ്പോഴത്തേനും തുടങ്ങിക്കോ അഹങ്കാരം. പിന്നെ പൈസ ഇതൊക്കെ ഉള്ള എന്നെ ബഹുമാനിക്കുകയും എന്നെ സ്നേഹിക്കുകയും എന്നോടൊപ്പം നിൽക്കുന്നവരെ മാത്രം മതി എനിക്ക്. അതുവരെ പറയുന്നത് അഹങ്കാരമാണ്. അഹങ്കാരമാണെന്ന് കൂട്ടിക്കോ. ഒരു കഴുതേ ഈ ലോട്ടറി കൊണ്ടുവന്ന് ബാങ്കിൽ കൊടുക്കാൻ പോകണമെന്ന് നാട്ടുകാർ മുഴുവൻ അറിഞ്ഞാണ്ടല്ലോ, പിന്നെ എല്ലാവരും നമ്മളെ പിന്നാലെ അങ്ങ് കൂടും. പിന്നെ അതൊരു തലവേദനയായിട്ട് മാറും. ഇപ്പം എൻ്റെ വേണ്ടപ്പെട്ട അൻസാറിനോടും നടരാജനോടും പോലും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ടിക്കറ്റ് ഒന്ന് ബാങ്കിൽ കൊണ്ട് കൊടുക്കുന്ന കാര്യം. അവരോട് ഞാൻ ആധാറിൻ്റെ കുറച്ച് തിരുത്തുണ്ട്, അത് ശരിയാക്കാൻ പോകണമെന്നാണ് പറഞ്ഞു. ആ അങ്ങനെ ലോട്ടറി കൊടുക്കുന്ന കാര്യം അറിയാൻ പാടില്ല. ഓ അത് കുഴപ്പമാണ്. അറിഞ്ഞ ഭയങ്കര കുഴപ്പമാണ്. അതെ, നീ റെഡിയാണ്, ഇങ്ങോട്ട് വാ. മാനേജർ നേരത്തെ ചെല്ലാൻ പറഞ്ഞതാ. നീ നിന്ന ഞാൻ ഇതിനകത്ത് എൻ്റെ തിരിച്ചറിയൽ കാർഡ്. എന്നാ പിന്നെ മോനും ആരോടും പറയണ്ട കേട്ടോ. ആരോടും പറയണ്ടാന്ന്. ഓ ആ ഇതിനകത്തുണ്ടോ? എൻ്റെ പൊന്നും മോളെ അടങ്ങി ഇവിടെ തന്നെ ഇരുന്നോണം കേട്ടാ. അങ്ങോട്ടും സർക്കിട്ട് അടിക്കാൻ പോകരുത്. എവിടെ ഒരിടത്തും പോണ്ട. ഇവിടെ എല്ലാം കൂടെ പഠിക്കണ്ടേ, പഠിക്ക്. വീട്ടിൽ നിന്ന് വെളി ഇറങ്ങണ്ട. എൻ്റെ ഒന്ന് വാ ശരിയല്ല, നാക്കും ശരിയല്ല. വാ 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 തങ്കം വാ. വന്നിട്ട് ഇറങ്ങിയാ മതി കേട്ടോ. എന്നെ തങ്കം ഒന്ന് വാ. ഇരുന്ന് പഠിക്കണം കേട്ടോ. പഠിക്കണതല്ല, ആദ്യം ആ പാലെടുത്ത് കുടിച്ചേ. അതിന് തണുത്ത് പാടയും കിട്ടി. ചെല്ല് ചെല്ല് ഓടി പോയി കുടിച്ചിട്ടോ. അളിയനൊരു നല്ല കാലം വന്നപ്പോ നമ്മളെയൊക്കെ ഒഴിവാക്കില്ലേ? എന്തൊന്നും നല്ല കാലം? അളിയൻ 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചില്ലേ? സുജേഷ് പറഞ്ഞു നെല്ലിമൂട്. ക്ലീറ്റോ, നിങ്ങൾ എന്ത് നുണേനാ ക്ലീറ്റോ? എന്നോട് 5 ലക്ഷം നല്ല ക്ലീറ്റോ പറഞ്ഞത്? എന്നോട് 5000 എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞ സത്യം പറ ക്ലീറ്റോ, നുണയാണ്. ഇത് നുണയാണ്. ക്ലീറ്റോന് 50 ലക്ഷം അടിച്ചിട്ടില്ലേ? എന്നാണ് കർത്താവിനാണ് 5 ലക്ഷം രൂപ അടിച്ചത്. സത്യം. ഞാൻ പിന്നെ അളിയൻ്റെ പെട്ടെന്ന് പറഞ്ഞപ്പോ ഒരു പൂജ അങ്ങ് വിട്ടുപോയി. അതാണ് എന്റെ അളിയ നാട് മൊത്തം അറിഞ്ഞത് 50 ലക്ഷം അടിച്ചെന്നാണ്. മാമാരെല്ലാടെ വരുന്നുണ്ട്. ആര് പറഞ്ഞു 50 ലക്ഷം? എനിക്കങ്ങനെ അറിയാം. മാമാരെല്ലാടെ വരുന്നുണ്ട്. എന്തിന്? പൈസക്ക്. ആര് പൈസക്ക്? ഇത് ആളെ കൊടുക്കാനുള്ള പൈസക്ക്. കൊടുക്കാനുള്ള പൈസക്ക് പൈസ മാറി വന്നാലല്ലേ കൊടുക്കാൻ പറ്റും. ഇവരെല്ലാം കൂടെ ഇതിന് ഇങ്ങോട്ട് വരണത്. അളിയാ സുജേഷിന്റെ 25,000 കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചെന്ന് ഓർമ്മയുണ്ട? അത് വാങ്ങിച്ചത് കൊടുക്കാളിയാ. സുജേഷ് മാത്രമല്ല, മറ്റേ രാജു ഉണ്ട്, പ്രതീഷ് ഉണ്ട്, എല്ലാരും ഉണ്ട്. എല്ലാരും കൂടെ ഇത് പൈസ മാറാൻ പോണല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവന്മാര് ഇവരോട് എങ്ങനെ കാര്യങ്ങള്? കാര്യങ്ങളൊന്നും ഇല്ല. പൈസയുടെ കാര്യം എങ്ങനെ? പൈസ വാങ്ങിച്ചതല്ലേ ഉള്ളൂ. അൻസാറ് പറഞ്ഞിട്ടാ ഈ പൈസ മൊത്തം കൊടുത്ത്. എനിക്ക് തരാല്ലേ പൈസ? തരാം രാജു, എനിക്ക് ഓർമ്മയുണ്ട്. 7 ദിവസം കൊണ്ട് തരാന്ന് പറഞ്ഞ പൈസ. സത്യം പറഞ്ഞാല് 7 മാസമായി കിട്ടാൻ. അല്ല രാജു, 7 മാസമല്ലേ ആയുള്ളൂ. ഇവിടെ 12 മാസം 15 മാസം ആൾക്കാർ എന്നെ ഇതുവരെ ഉപദ്രവിക്കാല്ല. മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ പൈസ ഇടണം. പൈസ കിട്ടി വിട്ടത്തുള്ളൂ. പൈസ ഒരു മാർഗ്ഗമില്ല. അൻസാർ പറഞ്ഞിട്ട് പൈസ കൊടുത്ത് ഞങ്ങൾക്ക് പൈസ കിട്ടി വിട്ടു. നിങ്ങളുടെയൊക്കെ പൈസ തരാൻ വേണ്ടി തന്നെയാണ് ഞാൻ ബാങ്കിലോട്ട് പോയി ഇറങ്ങിയത്. പിന്നെ ഈ 5 ലക്ഷം രൂപയിൽ പ്രൈസ് ഉള്ളൂ. ഇത് നമ്മൾ ബാങ്കിൽ കൊടുക്കുമ്പോൾ ഇതിൽ എന്തോ ടാക്സ് നല്ലൊരു എമൗണ്ട്. എത്ര എമൗണ്ടാണ് ടാക്സ് പിടിച്ചിട്ട് തരണമെന്ന് പറഞ്ഞത്? ഒന്നും കിട്ടൂല. അതാണ് അളിയനോ ഇഷ്ടപ്പെട്ടില്ല. മുഖം തിരിച്ചുകൊണ്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിൽ കണ്ടേക്കുന്നത്, ബാങ്കിൽ നിന്ന് എനിക്ക് എന്ത് പൈസ ഇതിൽ കിട്ടുമോ അതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് തരാനുള്ളതിൽ കുറച്ചായിട്ട് ഞാൻ തരും. അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് തരണ്ട. ഞങ്ങൾക്ക് പൈസ വാങ്ങിക്കാൻ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനും അറിയാം. അതിന്റെ കാര്യമില്ല അല്ലേ? അതിന്റെ യാതൊരു കാര്യമില്ല. ഞങ്ങള് പൈസ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ അറിയാം. പൈസ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനും അറിയാം. സുശേഷ്, അതിലിരിക്കുന്ന ടിക്കറ്റ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പേരെഴുതി ഒപ്പിട്ടേക്കണത്. ഇതിലുള്ള ടിക്കറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണമല്ലോ.
ഇത് ഞങ്ങളെ ഇരിക്കുമ്പോൾ എന്തോരം ഡീറ്റെയിൽസ് പൈസയായിട്ട് വരും. അല്ല നിങ്ങൾക്ക് ഇപ്പൊ ഉറപ്പല്ലേ അൻസാർ അയ്യോ, അൻസാറിനെ കൊണ്ട് നമ്മൾ അനുഭവിച്ച് തീർത്ത് അൻസാറിനുള്ള വിശ്വാസം എല്ലാം തൃപ്തിയായിട്ടിരിക്കുക. ആ ഒരു കാര്യം നടക്കത്തില്ല. എന്നാ നല്ല ഉറപ്പുള്ള വേറെ ആരെങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഞങ്ങൾക്ക് വിശ്വാസത്തോടാണ് മതി. ആടാ കനക നിൽക്കില്ല. ആര്? കനക. നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടോ? നമ്മൾ തമ്മിൽ ബന്ധമൊന്നുമില്ല. പീറ്റേഴ്സിന്റെ അളിയനല്ലേ കനക? ആണ്. അതുകൊണ്ട് അളിയൻ ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആളല്ലല്ലോ. അളിയൻ്റെ ചില ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അളിയൻ തടിമില്ല് തുടങ്ങാൻ പോവാണ്, ആ കൊടുത്ത ഫ്ലാറ്റ് വാങ്ങാൻ പോവാണ്. ഈ 3.5 ലക്ഷം രൂപ ഉണ്ട്. അതുകൊണ്ട് എനിക്കിതിനകത്ത് യാതൊരു ബന്ധമില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സതീഷ് അല്ലേ, എനിക്കിതിലൊരു ബന്ധമില്ല കേട്ടോ. എൻ്റെ അളിയനൊക്കെ ശരി തന്നെ, പക്ഷേ ഈ പൈസ ഇടപാടുമായിട്ട് നമ്മളൊരു ബന്ധമില്ല. പുള്ളി കൈ കഴിഞ്ഞുണ്ടല്ലോ, ഞങ്ങൾക്ക് ഈ ചെക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. ചെക്ക് കിട്ടിയേ ഞങ്ങൾ പോകത്തുള്ളൂ, വേറൊരു ഓപ്ഷനും ഇല്ല. ഞങ്ങൾക്കൊരു ഉറപ്പ് വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, ഈ പൈസ ബാങ്കിൽ നിന്ന് പൈസ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ കുറച്ച് അങ്ങനെയൊന്നും പൈസ ആക്കണ ഡീറ്റെയിൽസ് നമുക്ക് യാതൊരു വിശ്വാസവും ഇല്ല. നിങ്ങളിങ്ങനെ പിടിവാശി പിടിക്കരുത്. പിടിവാശി പിടിക്കും. പൈസ കിട്ടിയ പറ്റത്തുള്ളൂ. ഇന്നല്ലെങ്കിൽ ഈ പൈസ എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ചെക്ക് എടുത്തോളയാ. എക്കെടുത്തുണ്ടോ ഡീറ്റെയിൽസേ? ചെക്ക് കിട്ടാതെ നിങ്ങൾ പോവില്ല. പോവില്ല. രാജു, നിങ്ങളുടെ ഫയലോട്ട് പോയി നോക്കി. അവൻ വീഗാലാൻഡ് മുങ്ങിയപ്പോൾ ന്യൂസിലൻഡിലെ പൊങ്ങത്തുള്ളൂ. നമ്മൾ സൂക്ഷിച്ചു നോക്കണം.